ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അത് ഒരു സ്പെഷ്യൽ ചായ ആയിരുന്നു. ഇനി മുതൽ രാവിലെ എനിക്ക് വന്ദന സ്പെഷ്യൽ ബിരിയാണി ചായ മതി. അയ്യോ ചപ്പാത്തി കരിയുന്നു. അയ്യോ, ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല. നീ അടുക്കളയിൽ കയറി എങ്ങനെ ബുദ്ധിമുട്ടണ്ട. ഒരു കാര്യം ചെയ്യാം, ഫുഡ് ഏതെങ്കിലും സ്റ്റാർ ഹോട്ടലിൽ നിന്നും വരുത്താം. നീ എന്തൊരു മണ്ടനാടാ. ഫുഡ് കൊടുക്കുന്നതിലല്ല, രുചിയോടെ കൊടുക്കുന്നതിലാ കാര്യം. കഴിക്കുന്നവരുടെ മനസ്സിന് തൃപ്തി വരണം. ഏത് വലിയ ഹോട്ടൽ ഫുഡ് ആണെങ്കിലും മൊബൈലിൽ കുത്തിയ വീട്ടിൽ വരുന്ന കാലമായത്. നീ നാട്ടിലൊക്കെ ബോർഡ് വെച്ചിരിക്കുന്ന കണ്ടിട്ടില്ലേ, നാടൻ രുചിയുള്ള ഭക്ഷണമെന്ന്? അതിനർത്ഥം നാടൻ ഭക്ഷണത്തിനോടാണ് ആൾക്കാർക്ക് പ്രിയമെന്ന്. അപ്പോ നീ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം നടക്കണമെങ്കിൽ നല്ല നാടൻ ഭക്ഷണം ഒരുക്കണം. ദോഷം പറയരുതല്ലോ. ലക്ഷണം കെട്ടവളാണെങ്കിലും അവള് നല്ല നാടൻ രുചിയുള്ള ഭക്ഷണം പാകം ചെയ്യും. അതുകൊണ്ട് പാചകം വന്ദനയെ ഏൽപ്പിച്ചാ മതി. വന്ദനയെ കൊണ്ട് ഒറ്റയ്ക്ക് പാചകം ചെയ്യിക്കാന്ന് പറയുന്നത് കഷ്ടമല്ലേ? നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം, അതല്ലേ നല്ലത്? ഇതാ നിന്റെ കുഴപ്പം. എന്തു പറഞ്ഞാലും അതിന് തടസ്സം പറയും. ആ, വന്ദനയുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ, വന്ദന എത്തിയല്ലോ. നിനക്ക് 100 ആയുസ. ഇന്നിവിടെ വരുന്ന അച്ഛന്റെ അതിഥികൾക്കുള്ള ഭക്ഷണം നിന്നെ കൊണ്ട് പാചകം ചെയ്യിച്ചാ പോരെ എന്ന ചർച്ചയായി ഇവിടെ നടക്കുന്നത്. എന്താ നിന്റെ അഭിപ്രായം? നീ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. അച്ഛന്റെ അതിഥികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യമല്ലേ, പാചകം ഞാൻ ചെയ്തോളാം. സന്തോഷം. അതിഥികൾക്ക് മാത്രമല്ല, ഞങ്ങൾക്കും വായ്ക്ക് രുചിയായിട്ടുള്ള ഭക്ഷണം കഴിക്കാലോ. പറയാതിരിക്കാൻ വയ്യ, വന്ദനയുടെ ഒരു പനീർ ബട്ടർ കറിയുണ്ട്. ഹോ, അത് കാണുമ്പോ തന്നെ നാവിലിങ്ങനെ രുചി കൂടും. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ. വന്ദനയുടെ സ്പെഷ്യൽ പനീർ ബട്ടർ കറി തന്നെ ആവട്ടെ. അതെ, അത്രയ്ക്ക് തീ കൂടാൻ പാടില്ല. ചപ്പാത്തി മൊരിഞ്ഞു പോയാലേ അതിന്റെ രുചി നഷ്ടപ്പെടും. അല്ല, ചപ്പാത്തിക്ക് അങ്ങനെയൊക്കെ ഉണ്ടോ? അതെ, ഇത് റെഡിമെയ്ഡ് ചപ്പാത്തിയല്ല. ഞാൻ തന്നെ കൈകൊണ്ട് മാവ് കുഴച്ച് മയപ്പെടുത്തി പരത്തിയെടുത്ത ചപ്പാത്തിയാ. അപ്പൊ ചപ്പാത്തിക്ക് രുചി ഏറും. ഈ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുമ്പോഴേ ഒരു സ്പൂൺ നെയ്യും കൂടി ചേർക്കും. അപ്പൊ ചപ്പാത്തിക്ക് കുറച്ചുകൂടി രുചി ഏറും. അല്ലെങ്കിലും വന്ദനയുടെ കൈ കൊണ്ട് എന്തുണ്ടാക്കിയാലും രുചി കൂടുതലായിരിക്കും. ഞാനേ മുമ്പ് വീട്ടിൽ വന്നപ്പോ വന്ദന ഉണ്ടാക്കി തന്ന ഒരു ചായ ഉണ്ടല്ലോ, മറ്റൊരിടത്തും അത്തരത്തിലുള്ളൊരു ചായം കുടിച്ചിട്ടില്ല. അതെ, ബിരിയാണി ചായ. അത് ഒരു സ്പെഷ്യൽ ചായ ആയിരുന്നു. ഇനി മുതൽ രാവിലെ എനിക്ക് വന്ദന സ്പെഷ്യൽ ബിരിയാണി ചായ മതി. അയ്യോ ചപ്പാത്തി കരിയുന്നു. അയ്യോ, ചപ്പാത്തി കുട്ടനല്ലേ ചുട്ടത്, ജഗൻ കുട്ടനല്ലേ, വന്ദന നെയ്യൊഴിച്ചു കുഴച്ച ചപ്പാത്തി കുട്ടനല്ലേ, ഇത് ചപ്പാത്തി കുട്ടനല്ലേ, ഇട്ടത് ജഗൻ കുട്ടനല്ലേ. അവന്റെ ഒരു റൊമാൻസ്. ജഗ, ഒന്നുകിൽ ചപ്പാത്തി നേരെ ഉണ്ടാക്കി അല്ലെങ്കിൽ പുറത്തു പോ. ഞാൻ പുറത്തൊന്നും പോവില്ല. ഞാനിങ്ങനെ ചപ്പാത്തിയും ചുട്ട് അതും കരിച്ച് അങ്ങനെ ഇങ്ങനെ വന്ദനയുടെ പുറകെ ചുറ്റി അടിച്ചിങ്ങനെ നടക്കും.
ഇറങ്ങി 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 പുറത്തിറങ്ങി. ആ, പാചകമൊക്കെ ഞാൻ ചെയ്തോളാം, അല്ലെങ്കിലേ ശരിയാവില്ല. ഉം. ഇതെന്താ കിച്ചൺ റൊമാൻസോ? ഇവരെ തമ്മിൽ പിരിക്കണം, പിരിച്ച് രണ്ടാക്കണം. ഇതിങ്ങനെ വിട്ടാ ശരിയാകത്തില്ല. അയ്യോ, ഞാനത് മറന്നു. എന്ത്? ആ, പറയാം. ഏ? വത്സലേ, ആ അടുക്കള പണിയൊക്കെ കഴിഞ്ഞില്ലേ? പിന്നെ നീ എന്തെടുക്കും അവിടെ? ഞാനിവിടെ ചുമ്മാ ഇരിക്കുകയല്ലായിരുന്നു, കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു അച്ചാമ്മേ. അച്ചാമ്മയോ? ഞാൻ അച്ചാമ്മയോ സാറാമ്മയൊന്നും അല്ല. അതൊക്കെ പോട്ടെ, നീ ഇങ്ങോട്ടിരുന്നേ. അയ്യോ, ഇരിക്കടി. ബഹുമാനമൊക്കെ മനസ്സിൽ മതി, എനിക്കങ്ങനെ വലിപ്പ ചെറുപ്പമൊന്നുമില്ല. നീ ഇരിക്കേ. ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയണം. ഇവിടെ എന്റെ കൊച്ചുമോള് കഴിയുന്നത് സന്തോഷത്തോടെയാണോടി? ആ സന്തോഷത്തോടെ തന്നെയാ വർഷക്കുഞ്ഞ് കഴിയുന്നത്. പക്ഷേ വിക്രം സാറിന്റെ സ്വഭാവം ആർക്കും മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല. ഒരു പ്രത്യേക ടൈപ്പാ. മകരമാസത്തിലെ നിലാവ് പോലെ തെളിയുന്നതും കറുക്കുന്നതും ആർക്കും മുൻകൂട്ടി അറിയാൻ പറ്റില്ല. ആ അത് ശരിയാ, എനിക്കും അങ്ങനെ തോന്നി. ഉം. എന്തൊക്കെയാ വിക്രമിന്റെ സ്വഭാവ ദൂഷ്യങ്ങള്? അച്ഛമ്മേ വേണ്ട, ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് സാററിഞ്ഞാ എന്റെ ജോലി തെറിക്കും. നിന്റെ ജോലി പോകാതെ നോക്കാനുള്ള പവറൊക്കെ എനിക്കുണ്ട്. നീയേ വിക്രമിന്റെ സ്വഭാവത്തെ പറ്റി പറ. നീ പറഞ്ഞൊന്നും ആരും അറിയാൻ പോകുന്നില്ല. അച്ഛമ്മയ്ക്ക് അതൊക്കെ വർഷക്കുഞ്ഞിനോട് ചോദിച്ചു മനസ്സിലാക്കിക്കൂടെ? അതൊന്നും ശരിയാവത്തില്ല. ഒരു വീട്ടിലെ ഉപ്പുഭരണിയുടെ ഉപ്പിന്റെ അളവ് മുതല് കിടപ്പറയിലെ ചലനങ്ങൾ വരെ വള്ളി പുള്ളി തെറ്റാതെ അറിയാവുന്നത് വേലക്കാർക്കാ. ഈ അച്ഛമ്മയ്ക്ക് നാണമില്ലേ? ഞാൻ അവരുടെ കിടപ്പറയ്ക്കടുത്തൊന്നും അങ്ങനെ പോവാറില്ല. അങ്ങനെ പോകാറില്ലെന്ന് പറഞ്ഞാ വല്ലപ്പോഴും ഒക്കെ പോകാറുണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം? വത്സലെ, സത്യം പറ, കിടപ്പറയിലും അവരൈക്യത്തോടെയാണോ കഴിയുന്നേ? വെറുതെ അഭിനയമേ ഉള്ളോന്നാണ് എന്റെ സംശയം. ഈ അച്ഛമ്മയുടെ ഒരു കാര്യം. അങ്ങനെ അഭിനയമേ ഉള്ളുവെങ്കിൽ വർഷക്കുഞ്ഞ് ഗർഭിണിയാവോ? ആ ആ അതും ശരിയാ. വർഷ ഗർഭിണിയാണെന്നുള്ള കാര്യം ഞാനങ്ങ് മറന്നു. വിക്രം സാറിന്റെ സ്വഭാവദൂഷ്യം ഞാൻ പറയാം. എപ്പോഴാ സന്തോഷിക്കുന്നതെന്നും എപ്പോഴാ കലി തുള്ളുന്നതെന്നും അറിയാൻ പറ്റത്തില്ല. മാനത്തെ കൊട്ടാ